ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിൽ പണിത കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. കയ്യേറ്റമെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് 2-ാം തീയതി ജില്ലാ കളക്ടർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ വ്യാപകമായ കയ്യേറ്റമെന്ന് പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, ഈ വലിയ തരത്തിലുള്ള കയ്യേറ്റം നടന്നു എന്നതാണ് റവന്യൂ വകുപ്പിന് നേരത്തെ മനസ്സിലായത്. ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ 3.5 ഏക്കറിലാണ് കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ റവന്യൂ വകുപ്പ് ഏതൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്? നിലവിൽ അവിടെ നിരോധനാജ്ഞ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി എത്രയധികം കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നൊരു വിവരം റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട് നിലവിൽ? സിജു, വ്യാപകമായ കയ്യേറ്റം പരുന്തൻപാറയിൽ നടന്നു എന്നുള്ള ഒരു പരാതികൾ ഉയർന്നതിന് ശേഷത്തിൽ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ തുടർന്ന് ചില പ്രതിഷേധങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചില സർവേ നമ്പറുകളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പല ആളുകൾക്കും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലടക്കം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. അങ്ങനെ നിരവധി ആളുകളുടെ പണി അടക്കം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പരുന്തുംപാറ കുറേ നാളുകളായി ഈ ടൂറിസം രംഗത്ത് വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ, ടൂറിസം മേഖലയിൽ പണമിറക്കി ധാരാളം സംരംഭകർ ഇവിടെ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനെല്ലാം സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മളോടൊപ്പം ഇവിടെ ചേരുകയാണ്. ഇവരെല്ലാം പറയുന്നത് ഇവരുടെ പൂർവികരായിട്ട് 1964 മുതലൊക്കെ ഈ പട്ടയം ലഭിച്ച്, സർക്കാർ പട്ടയം ലഭിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇവരുടെ ഭൂമിക്കടക്കം ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 1950 അപ്പന് പാകോടം പ്രകാരം കിട്ടിയ സ്ഥലമാണിത്. ഞങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന പട്ടയം ഡോക്യുമെൻറ്റ്സ് ഉള്ള സ്ഥലമാണ്. 1968 534 സർവേ നമ്പറിൽ ശോശാമ്മ തോമസിന് പട്ടയം കിട്ടുകയും അത് കഴിഞ്ഞ് 1978 ലൈല സെബാസ്റ്റ്യൻ്റെ പേരിൽ ആധാരം ചെയ്ത സ്ഥലത്തിന് അത് റീസർവേ വന്നപ്പോൾ അത് 441 സർവേ നമ്പറാണ്. അതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനത്തെല്ലാം തടസ്സപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ കാണുന്നത് അയ്യാദുരയുടെ സ്ഥലം, കോൺഗ്രസിലെ AC അയ്യാദുരയുടെ സ്ഥലമാണ്. അവിടെ 1980 കാലഘട്ടത്തിൽ സോയിൽ കൺസർവേഷൻകാർ ഹരിജൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് മുഴുവൻ കയ്യാല വെച്ച് കൊടുത്ത സ്ഥലമാണ്. അതിൻ്റെ തൊട്ടങ്ങേപ്പടെ കാണുന്നതാണ് ഫോറസ്റ്റ് ജെണ്ടയും കയ്യാലയുമാണ്. അത് 1980 ആ കാലഘട്ടത്തിൽ നടന്ന കയ്യാലകളും ജെണ്ടകളുമാണ്. അതുപോലെ തന്നെ സജിത് ബ്രദറിൻ്റെ സ്ഥലം യഥാർത്ഥത്തിൽ അത് ലപ്പക്കാക്കയുടെ സ്ഥലമായിരുന്നു. അതൊരു മിലിറ്ററിക്കാരന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ 80s ഉള്ള സ്ഥലമാണ്. അന്ന് തേയില പ്ലാന്റ് ചെയ്ത് അന്നത്തെ തേയില തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹം മേടിച്ച് കഴിഞ്ഞിട്ട് കയ്യേറ്റം നടന്നിട്ടില്ല അവിടെ. ഇവിടെ ആരും പുതിയതായിട്ട് കയ്യേറ്റം ഒന്നും നടത്തിയിട്ടില്ല. പൂർവികരായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. പലതും പട്ടയം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ പുതിയതായിട്ട് ഒരു പൂർവികർക്ക് കിട്ടിയ സ്ഥലം ഇപ്പം പുതിയ ജനറേഷൻസിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരും കൈകേറിയ സ്ഥലങ്ങൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന സിപ്ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒരു തൂണ് ഈ വ്യക്തിയുടെ സ്ഥലത്താണ്. അദ്ദേഹത്തിനും ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടെന്നാണ് പറയാനുള്ളത്. അതായത് 1964 പട്ടയം കിട്ടിയ ഭൂമിയാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ ഫാദറിൻ്റെ പേരിൽ പട്ടയം കിട്ടിയതാണ്. ഇപ്പം 64 തൊട്ട് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഭൂമിക്കാണ് നിലവിൽ നോട്ടീസ് തന്നിരിക്കുന്നത്. ഈ പറയുന്ന സർവേ നമ്പറിൽ, ഈ വിവാദമായ സർവേ നമ്പറിലൊന്നും പെടാത്തൊരു വസ്തുവാണ്. അതായത് 144 534 പെടാത്തൊരു വസ്തു. ആ വസ്തുവിന് വരും ഇപ്പം നിലവിൽ നോട്ടീസ് തന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ കയ്യേറ്റ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള സാധാരണക്കാർക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ട് ഒരു പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ നഷ്ടം ഇപ്പം സംജാതമായിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം നിലവിലുള്ളത്. ആളുകൾക്ക് പറയാനുള്ളത് കൃത്യമാണത് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഈ അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത്തരത്തിൽ കയ്യേറ്റം എന്ന അർത്ഥത്തിൽ പറയാനും കഴിയില്ല. സർക്കാർ സ്വാഭാവികമായും ഒരു കയ്യേറ്റം ഉണ്ടാകുമ്പോൾ പരിശോധന നടത്തുന്നതും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ കുരിശടക്കം സ്ഥാപിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയത് അത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക തന്നെ വേണം. പരുന്തുംപാറ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ റിസോർട്ടുകൾ അടക്കമുണ്ട്. ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയാണ് സർക്കാർ നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസിൽ,
സിജു, തീർച്ചയായിട്ടും. പക്ഷേ ഈ കയ്യേറ്റം ഉണ്ട് എന്ന് പറയുന്ന ഭൂമി അടക്കം അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ ആ ഭൂമി അടക്കം വർഷങ്ങളായി, ഇപ്പം കുറച്ചു മുമ്പ് സംസാരിച്ച ചേട്ടൻ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്നത് വളരെ പ്രായമുള്ള വ്യക്തിയാണ്, അവർക്കെല്ലാം അറിയാവുന്ന ഭൂമിയാണ് അതെന്നാണ് അവർ പറയുന്നത്. അത് വർഷങ്ങളായി മൂന്നാമത്തെ കയ്യേറ്റത്തിലാണ് ഇപ്പോഴത്തെ ഉടമസ്ഥൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. അങ്ങനെ വില കൊടുത്തു മേടിച്ച് അവിടെ കെട്ടിടം പണിയുകയും അങ്ങനെ ടൂറിസം മേഖലയിൽ ഇവിടെ കോടിക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ പല ആളുകൾ സ്ഥലം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക് ആ മേഖലയിൽ പണിയെടുക്കുന്നുമുണ്ട്. ആ ആളുകളുടെ എല്ലാം പണി കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.